ആലപ്പുഴയിൽ അമ്മയുടെ സുഹൃത്തിനെ വൈദ്യുതി ആഘാതമേൽപ്പിച്ച് മകൻ കൊലപ്പെടുത്തി പാടത്ത് തള്ളിയ സംഭവത്തിൽ കൊലപാതകം കരുതിക്കൂട്ടി ചെയ്യുകയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. പുന്നപ്പുറ സ്വദേശിയായ 50-കാരൻ ദിനേശിനെയാണ് ഇക്കഴിഞ്ഞ ദിവസം പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിലാണ് അയൽവാസിയായ കിരൺ പിടിയിലാകുന്നതും. ഈ കൊലപാതകത്തിൽ കിരണിന്റെ അച്ഛൻ കുഞ്ഞുമോൻ, അമ്മ അശ്വമ്മ എന്നിവർക്കെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് ഈ കൊലപാതകം ആസൂത്രിതം എന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലപ്പെട്ട ദിനേശനോടുള്ള വർഷങ്ങൾ നീണ്ട പകയാണ് കിരണിനെ ഈ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥിരം മദ്യപാനിയായ ദിനേശൻ മദ്യപിച്ച് പാടത്ത് കിടക്കുകയായിരുന്നു എന്നാണ് ആദ്യം കരുതിയത്. ഉച്ച കഴിഞ്ഞ് അയാൾ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാതിരുന്നത് കൊണ്ടാണ് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുന്നത്. സംഭവ സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തിയതിന് പിന്നാലെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതോടെയാണ് ദിനേശൻ മരിച്ചത് ഷോക്കേറ്റാണ് എന്നത് വ്യക്തമാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയായിരുന്നു. അതേസമയം ഈ കൊലപാതകം കിരണിന്റെ അച്ഛൻ അറിഞ്ഞിട്ടും മകനെ രക്ഷിക്കാൻ സംഭവം മൂടിവെക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പിന്നീട് പോലീസ് പുറത്തുവിട്ടത്. കൊല്ലപ്പെട്ട ദിനേശനോടുള്ള വർഷങ്ങൾ നീണ്ട പകയാണ് ഇത്തരത്തിൽ കിരണിനെ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് 4 വർഷങ്ങൾക്ക് മുമ്പ് ദിനേശൻ കിരണിനെ വെട്ടി പരിക്കേൽപ്പിച്ച ഒരു സംഭവം നടന്നു. അന്ന് നിയമ നടപടികളിലേക്ക് കിരൺ പോയിരുന്നില്ല. കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി. വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ് കിരൺ ദിനേശനെ കൊലപ്പെടുത്തിയതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മുമ്പും ദിനേശനെ കൊലപ്പെടുത്താൻ കിരൺ ശ്രമം നടത്തിയിരുന്നു, എന്നാൽ ഇതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. തുടർന്നാണ് വീടിന് പിന്നിൽ വൈദ്യുതി കമ്പി കെട്ടി കെണി ഒരുക്കി ദിനേശനെ കാത്തിരുന്ന് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അതായത് അമ്മയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു. ദിനേശൻ വീട്ടിൽ എത്തുമെന്നാണ് കിരൺ അറിഞ്ഞത്. തുടർന്ന് കിരൺ കാത്തിരുന്നു. കൊല ചെയ്യുന്നതിന് മാതാപിതാക്കളുടെ സഹായം ലഭിച്ചതായിട്ടും വിവരങ്ങളുണ്ട്. ദിനേശൻ വീട്ടിലെത്തിയെന്ന് ഉറപ്പിച്ചതിന് പിന്നാലെ കിരൺ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഷോക്കേറ്റ് നിലത്ത് വീണ ദിനേശന്റെ മരണം ഉറപ്പിക്കുന്നതിനായി മറ്റൊരു വൈദ്യുതി കമ്പി കൊണ്ട് ഷോക്ക് ഏൽപ്പിച്ചെന്നും വിവരങ്ങളുണ്ട്. കിരണും പിതാവ് കുഞ്ഞുമോനും ചേർന്നാണ് ദിനേശന്റെ മൃതദേഹം പാടവരമ്പത്ത് കൊണ്ടിട്ടത്. ഇതറിഞ്ഞ് അമ്മയും കൊലപാതകം മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമം നടത്തി. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വാടയ്ക്കൽ കലപുരയ്ക്കൽ ദിനേശനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്വാഭാവിക മരണമാണ് ആദ്യമെന്ന് കരുതിയിരുന്നെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. മൃതദേഹം ലഭിച്ച ഭാഗത്ത് ഷോക്ക് ഏൽക്കുന്നതിനുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിരണും മാതാപിതാക്കളും അടക്കം പോലീസിന്റെ പിടിയിലാകുന്നത്. പ്രതിയെ ഇക്കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതേസമയം 3 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. ഇന്ന് ഉച്ചയോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കൊലപാതകത്തിന് പിന്നാലെ പ്രതി കിരൺ ഒന്നും അറിയാത്തതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും സംസ്കാര ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തിരുന്നു എന്നാണ് കൊല്ലപ്പെട്ട ദിനേശന്റെ മകൻ പറയുന്നത്. അച്ഛന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ കിരൺ തന്നെ വിളിച്ചിരുന്നു. ജോലി കഴിഞ്ഞ് ഇപ്പോഴാണ് താൻ വന്നതെന്നും വീട്ടിലുണ്ടെന്നും കിരൺ പറഞ്ഞുവെന്നാണ് ദിനേശന്റെ മകൻ പറയുന്നത്. 6 മാസം മുൻപ് ദിനേശനെ കിരൺ അടിച്ചിരുന്നുവെന്നും അന്ന് ദിനേശന്റെ ബോധം നഷ്ടപ്പെട്ടുവെന്നും മകൾ ദീപ്തിയും വ്യക്തമാക്കുന്നു. കിരണിന്റെ അമ്മയുമായി ബന്ധമുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടാണ് കിരണും ദിനേശും തമ്മിൽ വഴക്കിട്ടിരുന്നുവെന്നാണ് മകൾ പറയുന്നത്. അച്ഛന്റെ ഡോക്യുമെന്റുകളും മറ്റ് സാധനങ്ങളും എടുക്കാൻ ലോഡ്ജിൽ പോയപ്പോഴും കിരൺ കൂടെയുണ്ടായിരുന്നു. 2 വർഷമായി അച്ഛനുമായി അധികം ബന്ധമില്ല എന്നും ലോഡ്ജിലാണ് അച്ഛൻ താമസിക്കാറുള്ളതെന്നുമാണ് മകൾ പറയുന്നത്. അച്ഛൻ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ വരികയോ ചെയ്യാറില്ല എന്നും മകൾ വ്യക്തമാക്കുകയാണ്. അതേസമയം അമ്മയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് കിരണിനെ ഇത്തരം കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നും നാട്ടുകാരടക്കം പറയുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.